നമസ്കാരം. ഇംഗ്ലണ്ടിനെതിരെ ഈ മാസം 22 മുതൽ ആരംഭിക്കുന്ന 5 മത്സരങ്ങളുടെ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ആവേശത്തിലായത്. വലിയ സർപ്രൈസുകളൊന്നുമില്ല എങ്കിൽ പോലും സഞ്ജു സാംസന്റെ പ്രസൻസ് ആണ് ഇത്തവണയും വലിയ വാർത്തകളിലേക്ക് ഈ ഒരു ടീം പ്രഖ്യാപനത്തെ നയിച്ചു. അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി 15-അംഗ സ്ക്വാഡിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. യുവ ഓപ്പണർമാരായ യശസ്വി ജയ്സ്വാളിനും ശുഭ്മാൻ ഗില്ലിനും വീണ്ടും വിശ്രമം നൽകിയപ്പോൾ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിനും ടീമിൽ സ്ഥാനമില്ല. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ മലയാളി താരമായ സഞ്ജു സാംസൺ ആണ്. തുടർച്ചയായി 3-ാമത്തെ പരമ്പരയിലാണ് അദ്ദേഹത്തിന് ഈ റോൾ ലഭിച്ചിരിക്കുന്നത്. ഗിൽ, ജയ്സ്വാൾ എന്നിവരുടെ അഭാവത്തിൽ ഈ പരമ്പരയിലും സഞ്ജു അഭിഷേക് ജോഡിയാണ് ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ പദ്ധതിയിട്ടിരിക്കുന്നത്. അവസാന പരമ്പരകളിൽ ടീമിലുണ്ടായിരുന്ന തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ് എന്നിവരെല്ലാം തന്നെ ഈ പരമ്പരയിലും ടീമിൽ സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറേലാണ്. കഴിഞ്ഞ പരമ്പരയിൽ ജിതേഷ് ശർമ്മയ്ക്കായിരുന്നു ഈ റോൾ ഉണ്ടായിരുന്നത്. പക്ഷെ ജിതേഷിനെ പുറത്താക്കിയ സെലക്ടർമാർ ജുറേലിനെ പകരം ഉൾപ്പെടുത്തുകയായിരുന്നു. ഇന്ത്യൻ T20 ടീമിലെ ഏറ്റവും സന്തോഷിക്കാൻ വക നൽകുന്ന കാര്യം പരിചയസമ്പന്നനായ ഫാസ്റ്റ് ബോളർ മുഹമ്മദ് ഷമി മടങ്ങിയെത്തുന്നു എന്നത് തന്നെയാണ്. പരിക്ക് കാരണം 1 വർഷത്തിലേറെയായി പുറത്തിരുന്ന ശേഷമാണ് ഇന്ത്യയുടെ പ്രീമിയം ഫാസ്റ്റ് ബോളർ തിരിച്ചെത്തിയിരിക്കുന്നത്. 2023 ഏകദിന ലോകകപ്പിനിടെ പരിക്കേറ്റ ഷമിക്ക് കഴിഞ്ഞ വർഷം ഒരു മത്സരം പോലും കളിക്കാനായിട്ടില്ല. മാത്രമല്ല, ഷമി പരിക്കേറ്റ് പുറത്തായതോടെ കൂടുതൽ ഭാരം ബുംറയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഏകദിന ടെസ്റ്റ് പരമ്പരകളിൽ ബുംറയ്ക്ക് അമിത സമ്മർദ്ദമായിരുന്നു ലഭിച്ചിരുന്നത്. സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം നൽകിയതിനാൽ തന്നെ ഈ പരമ്പരയിൽ ഇന്ത്യൻ ബൗളിങ്ങിന് ചുക്കാൻ പിടിക്കുന്നത് ഷമി തന്നെയായിരിക്കും. അദ്ദേഹത്തിന് കൂട്ടായി അർഷ്ദീപ് സിംഗ്, ഹർഷിത് റാണ എന്നിവരും പേസർമാരായി ടീമിലുണ്ട്. വരുൺ ചക്രവർത്തി, രവി ബിഷ്ണോയി എന്നിവരാണ് ടീമിലെ സ്പിന്നർമാരായിട്ടുള്ളത്. കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കയുമായുള്ള T20 പരമ്പര നഷ്ടമായ യുവ സീം ബൗളിംഗ് ഓൾറൗണ്ടറായ നിതീഷ് റെഡ്ഡി ഈ പരമ്പരയിലൂടെ ടീമിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറുമാണ് ടീമിലെ മറ്റ് ഓൾറൗണ്ടർമാർ. അക്ഷറിനെ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായും നിയമിച്ചിട്ടുണ്ട്. ആ 15-അംഗ സ്ക്വാഡ് ഇവരാണ്. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനാണ്. വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, റിങ്കു സിംഗ്, നിതീഷ് റെഡ്ഡി, അക്ഷർ പട്ടേൽ വൈസ് ക്യാപ്റ്റനാണ്. അക്ഷർ പട്ടേൽ, ഹർഷിത് റാണ, അർഷ്ദീപ് സിംഗ്, മുഹമ്മദ് ഷമി, വരുൺ ചക്രവർത്തി, രവി ബിഷ്ണോയി, വാഷിംഗ്ടൺ സുന്ദർ, ധ്രുവ് ജുറേൽ. വിക്കറ്റ് കീപ്പറിന്റെ ബാക്കപ്പ് റോളിലാണ് ധ്രുവ് ജുറേൽ ഉള്ളത്. എന്തായാലും ഈ സ്ക്വാഡിനെയും വെച്ചാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ ഇറങ്ങുന്നത്.